നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ബയോളജിയുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ടോപ്പിക്കാണ്. പക്ഷേ അത് നന്നായിട്ട് പഠിച്ചാൽ എന്താണ്, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് സുഖമായിട്ട് ഉത്തരം ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ടോപ്പിക്ക്. ചെറുതാണ്, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബയോളജിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ളൊരു ടോപ്പിക്ക് നോക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ചെറിയ പോർഷൻസ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ, ചെറിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താ, ഇത് കുറച്ചേ പഠിക്കാനുള്ളൂ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ തോന്നൽ കൊണ്ട് തന്നെ എന്താണ്, നിങ്ങളത് വേഗം പഠിച്ച് തീർക്കുകയും ചെയ്യും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ എന്ന് തോന്നുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ എന്താ, ഒരു ചെറിയ ടെൻഷനൊക്കെ രൂപപ്പെടും. അതുകൊണ്ടാണ് ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം ഈ ചെറിയ പോർഷൻസ് എല്ലാം പഠിച്ച് തീർക്കാനായിട്ട് നോക്കിയാൽ മതി. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്ന് മസ്തിഷ്കമാണ് നോക്കാൻ പോകുന്നത്. എന്താണ്, ബയോളജിയുടെ ഭാഗത്തു നിന്നും 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചെറിയ പോർഷനാണ് മസ്തിഷ്കമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. എന്താണ്, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. ആദ്യത്തെ പോയിന്റ് നന്നായിട്ട് അങ്ങ് പഠിച്ചോളാം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. അതിൽ വലിയ സംശയങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ചോദിച്ചാലും ഇനി അതിന് ഉത്തരം എന്താണ്, സുഖമായിട്ട് എഴുതാൻ കഴിയണം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണവും പോഷണവും എങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. എന്തിനാണ്, തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട്. എന്താണ്, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട്. അപ്പം എന്താണ്, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ഒരാവരണമുണ്ട്. എന്താണ്, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലായിട്ടും എന്താണ്, മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ എന്നൊരു ദ്രവമുണ്ട്. എന്താണ്, മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലുമായിട്ട് സെറിബ്രോസ്പൈനൽ ദ്രവമുണ്ട്. ഏത് ദ്രവമാണ് ഉള്ളത്, സെറിബ്രോസ്പൈനൽ ദ്രവം അടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ്, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണവും പോഷണവും എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞെന്താണ്, 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിൽ എന്താണ്, മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലായിട്ടും അതുപോലെ തന്നെ മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ എന്നൊരു ദ്രവമുണ്ട്. എന്താണ്, സെറിബ്രോസ്പൈനൽ എന്നൊരു ദ്രവം അടങ്ങി. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. മസ്തിഷ്കം തലയോടിനുള്ളിലായിട്ടാണ് സംരക്ഷിക്കപ്പെടുന്നത്. എവിടെയാണ്, തലയോടിനുള്ളിലായിട്ടാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ഒരാവരണമുണ്ട്. എന്താണ്, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്നൊരാവരണമുണ്ട്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലായിട്ടും അതുപോലെ മസ്തിഷ്ക അറകളിലും എന്താണ്, സെറിബ്രോസ്പൈനൽ എന്നൊരു ദ്രവം നിറഞ്ഞിട്ടുണ്ട്. എന്താണ്, മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലുമായിട്ട് സെറിബ്രോസ്പൈനൽ എന്നൊരു ദ്രവം എന്ത് ചെയ്യുന്നുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മസ്തിഷ്കം, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. മസ്തിഷ്കം തലയോടിനുള്ളിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്നൊരാവരണമുണ്ട്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും അതുപോലെ തന്നെ മസ്തിഷ്ക അറകളിലുമായിട്ട് എന്താണ്, സെറിബ്രോസ്പൈനൽ എന്ന് പറയുന്ന ഒരു ദ്രവം എന്താണ്, നിറഞ്ഞിട്ടുണ്ട്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. എന്താണ്, രക്തത്തിൽ നിന്നും രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ എന്ന ദ്രവം തിരികെ എങ്ങോട്ടാണ്, രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ
ധർമ്മങ്ങൾ. നമുക്ക് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിച്ചൂടെ? എന്താണ് സെറിബ്രോസ്പൈനൽ ദ്രവം? അതെവിടെയാണ് കാണപ്പെടുന്നത്? സെറിബ്രോസ്പൈനൽ ദ്രവം മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലായിട്ടും അതുപോലെ തന്നെ മസ്തിഷ്ക അറകളിലായിട്ടുമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്നത്. എവിടെയാണ്? മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലായിട്ടും മസ്തിഷ്ക അറകളിലായിട്ടുമാണ് എന്ത്? സെറിബ്രോസ്പൈനൽ ദ്രവം കാണപ്പെടുന്നത്. സെറിബ്രോസ്പൈനൽ ദ്രവം രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും തിരികെ എന്താണ്? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്താണ്? രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ ഇവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദത്തെ ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ എന്താണ്? ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മം. എന്താണ്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ നൽകുക, ഓക്സിജൻ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദത്തെ എന്താണ്? ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ. നമുക്കൊന്നുകൂടി നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. വളരെ എന്താണ് എളുപ്പം പഠിച്ചെടുക്കാവുന്നൊരു കാര്യമാണ്. നമ്മൾ മസ്തിഷ്കമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മസ്തിഷ്കം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. തലയോടിനുള്ളിലായിട്ടാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞുകൊണ്ട് എന്താണ്? 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ഒരാവരണമുണ്ട്. എന്താണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞുകൊണ്ട് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ഒരാവരണമുണ്ട്. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലായിട്ടും മസ്തിഷ്കത്തിൻ്റെ അറകളിലായിട്ടും എന്താണ്? സെറിബ്രോസ്പൈനൽ എന്ന ഒരു ദ്രവം നിറഞ്ഞിട്ടുണ്ട്. എന്താണ്? മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിൻ്റെ അറകളിലുമായിട്ട് സെറിബ്രോസ്പൈനൽ എന്ന് പറയുന്ന ഒരു ദ്രവം നിറഞ്ഞിട്ടുണ്ട്. ഈ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ദ്രവം എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ഈ സെറിബ്രോസ്പൈനൽ ദ്രവം. ഇത് തിരിച്ച് രക്തത്തിലേക്ക് തന്നെ എന്താണ്? ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ ഇവ നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദത്തെ ഒന്ന് ക്രമീകരിക്കുക, അതുപോലെ തന്നെ മസ്തിഷ്കത്തെ എന്താണ്? ക്ഷതങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് വളരെ വിശദമായിട്ട് മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളൊന്ന് പഠിച്ചാലോ? വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാം, വളരെ എളുപ്പത്തിലും പഠിച്ചെടുക്കാം. നമുക്കൊന്ന് നോക്കാം. മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് ആദ്യമായിട്ട് എന്താണ്? സെറിബ്രം ഒന്ന് നോക്കാം. എന്താണ് സെറിബ്രം? മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ സെറിബ്രം നോക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. എന്താണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. എന്താണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. അത് കണ്ടാൽ അറിയാലോ, ഈ ചിത്രം നോക്കി അറിയാലോ. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു. എന്താണ്? സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള എന്താണ് ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു. അപ്പോൾ സെറിബ്രത്തിൽ ചാരനിറമുള്ള പുറം ഭാഗമുണ്ട്, അതിനെ നമ്മൾ കോർട്ടെക്സ് എന്നാണ് വിളിക്കുന്നത്. വെളുത്ത നിറമുള്ള ഉൾഭാഗമുണ്ട്, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? മെഡുല എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും ഉള്ള ഭാഗമാണ്. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തിനെ എന്താണ്? കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ നമ്മൾ മെഡുല എന്നുമാണ് വിളിക്കുന്നത്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം എന്താണ്? ഇവയുടെയൊക്കെ കേന്ദ്രം സെറിബ്രമാണ്. എന്തിൻ്റെയൊക്കെയാണ്? ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം സെറിബ്രമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നത് എങ്ങനെയാണ്? സെറിബ്രമാണ് സഹായിക്കുന്നത്. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നതിന് സെറിബ്രമാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് സെറിബ്രം. എന്താണ്? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന
മസ്തിഷ്കത്തിൻ്റെ ഭാഗമാണ് സെറിബ്രം. അപ്പോൾ സെറിബ്രം എന്താണ്? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നുണ്ട്. സെറിബ്രത്തിൻ്റെ ചാര നിറമുള്ള പുറം ഭാഗത്തെ നമ്മൾ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ നമ്മൾ എന്താണ്? മെഡുല എന്നുമാണ് വിളിക്കുന്നത്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെയൊക്കെ കേന്ദ്രം എന്താണ്? സെറിബ്രമാണ്. അതുപോലെ ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നത് സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. നമുക്ക് സെറിബ്രം കഴിഞ്ഞിനി നേരെ സെറിബെല്ലത്തിലോട്ട് പോയാലോ? സെറിബെല്ലം ഒന്ന് നോക്കാം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. എന്താണ്? മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണെങ്കിൽ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളുമുണ്ട്. എന്താണ്? ചുളിവുകളും ചാലുകളുമുണ്ട്. എവിടെ? സെറിബെല്ലത്തിൽ. സെറിബെല്ലത്തിൽ ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നതിന് സെറിബെല്ലമാണ് സഹായിക്കുന്നത്. എന്താണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നതിന് സെറിബെല്ലമാണ് സഹായിക്കുന്നത്. അപ്പം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിനു പിന്നിലായിട്ട് താഴെ 2 ദളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നത് ആരാണ്? സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നത്. ഇനി നമുക്ക് മെഡുല ഒബ്ലാങ്കേറ്റ നോക്കിയാലോ? മെഡുല ഒബ്ലാങ്കേറ്റ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്നുള്ള ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നതാണ് മെഡുല ഒബ്ലാങ്കേറ്റ. എന്താണ്? സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത്. എങ്ങനെയാ? സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത്. എന്ത്? മെഡുല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവ അതുപോലെ എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. എന്താണ്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. ഇനി നമുക്ക് തലാമസ് നോക്കാം. സെറിബ്രത്തിന് താഴെയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? തലാമസ് കാണപ്പെടുന്നത് സെറിബ്രത്തിന് താഴെയായിട്ടാണ്. തലാമസ് എന്ന് പറയുന്നത് ഒരു ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ്. എന്താണ്? മസ്തിഷ്കത്തിലെ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കത്തിലെ ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. സെറിബ്രത്തിന് താഴെയായിട്ട് കാണുന്ന തലാമസ് ആണ് മസ്തിഷ്കത്തിലെ ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് ആരാണ്? തലാമസ് ആണ്. എന്താണ് തലാമസിൻ്റെ ഡ്യൂട്ടി? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവ എന്താണ്? സെറിബ്രത്തിലേക്ക് അയക്കുകയാണ് തലാമസ് ചെയ്യുന്നത്. അപ്പം മസ്തിഷ്കത്തിലെ ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. നമുക്ക് അവസാനമായിട്ട് ഹൈപ്പോതലാമസ് നോക്കാം. ഹൈപ്പോതലാമസ് എന്താണ്? തലാമസിന് തൊട്ടു താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. എന്താണ്? തലാമസിന് തൊട്ടു താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസ് തലാമസിന് തൊട്ടു താഴെ കാണുന്ന ഭാഗമാണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. തലാമസോ ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. മെഡുല ഒബ്ലാങ്കേറ്റയോ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. സെറിബെല്ലമോ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നത് സെറിബെല്ലമാണ്. സെറിബ്രമോ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. സെറിബെല്ലമാണ് മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ മസ്തിഷ്കവും മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും ഒക്കെ പഠിച്ചില്ലേ?
ഈ ക്ലാസ് ഒന്ന് ആവർത്തിച്ച് കേട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക.